മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചുള്ള പ്രതികരണമായി പ്രിയങ്ക ഗാന്ധി. യുവാക്കൾ തെരുവിലാണ്, മോദി പാർലമെന്റിൽ വരുന്നില്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടില്ല, കൊച്ചുകുട്ടികളെ തല്ലിയത് എന്തിനാണ് എന്ന് അമിത്ഷായോട് ചോദിക്കുന്നില്ല, ഇതൊന്നും ചോദിക്കാതെ എന്നെയാണോ ചോദ്യം ചെയ്യുന്നത് എന്നാണ് പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. मुझसे पूछो कि क्या हो रहा है, स्टूडेंट्स के लिए क्या किया जा रहा है, स्टूडेंट्स के डिमांडों का क्या हो रहा है, ये पूछो ना, ये सारे सवाल पूछो। और ये जो मंत्री आ रहे हैं जा रहे हैं इनसे पूछो इस्तीफा कब देंगे। आपने पूछा है, मैं जानना चाहती हूँ, आपने पूछा धर्मेंद्र जी से कि वो इस्तीफा कब देंगे? नहीं, आप बता दो, पूछा है कि नहीं? नहीं पूछा ना, आपने पूछा है? आपने पूछा धर्मेंद्र प्रधान जी से पूछा कि आप इस्तीफा कब दे रहे हैं? पूछा है आपने? जवाब दीजिए, यस और नो। नहीं, गोल जवाब नहीं, गोल जवाब नहीं। आपने हाँ जवाब नहीं दे रहे ना। आपने अमित शाह जी से पूछा कि उन्होंने लाठियां क्यों चलवाई? आपने अमित शाह जी से पूछा कि इतने छोटे छोटे बच्चे अस्पताल में क्यों हैं, कि जब बाहर प्रदर्शन कर रहे हैं उनके माता पिता उनको फोन भी नहीं कर सकते क्योंकि आपने इंटरनेट काटा है, NSA लगा है, किस लिए? ये आतंकवादी हैं। पूछा है आपने? तो जब आप पूछेंगे ना इनसे तब मैं आपके सवालों की का जवाब दूंगा. ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, സമരരംഗത്ത് അതിശക്തമായി തന്നെ ആണ് പ്രിയങ്ക ഗാന്ധി നിലപാടെടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി എന്തായിരുന്നു? ദ്വിഷ വലിയ തോതിലുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾക്ക് നേരെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ഗോദി മീഡിയ എന്നുള്ള ഒരു ഇരട്ടപ്പേര് തന്നെ ഇവിടെ ദേശീയ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇന്ന് തുടർച്ചയായ സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത് മൈക്കുമായി ഇന്ന് പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച് ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ശേഷം സഭ നിർത്തുമ്പോൾ ചില മാധ്യമങ്ങൾ ചെന്നത്. എന്തുകൊണ്ടാണ് സഭ തടസ്സപ്പെടുന്നത് എന്നുള്ള ആ ചോദ്യത്തിന് മുന്നിലാണ് പ്രിയങ്ക ഗാന്ധി പൊട്ടിത്തെറിച്ചുകൊണ്ട് മറുപടി നൽകിയത്. നിങ്ങൾ എന്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നില്ല എന്ന് ആ മന്ത്രിയോട് ചോദിക്കുന്നില്ല? മന്ത്രി അകത്ത് തന്നെ ഉണ്ടല്ലോ, പ്രധാനമന്ത്രി സഭയിൽ വരുന്നില്ല. അമിത്ഷായോട് എന്തുകൊണ്ട് കൊച്ചുകുട്ടികളുടെ നേരെ ഇത്തരത്തിൽ ലാത്തിച്ചാർജ് നടത്തുന്നു, അവരുടെ കൈയും കാലും തല്ലി ഒടിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല? എന്തുകൊണ്ടാണ് എന്നെ മാത്രം ഇത്തരത്തിൽ, അല്ലെ എന്നോട് മാത്രം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു ചെറിയ ചോദ്യം മാത്രമല്ല, വളരെ ഗൗരവത്തോടെയുള്ളൊരു ചോദ്യം തന്നെയാണ്. മാധ്യമങ്ങളുടെ നേരെ ഉയർത്തുന്ന ഒരു വലിയ ചോദ്യചിഹ്നം കൂടിയാണത്.